ശാപരോഗമേറ്റവനേ, പാപമായി തീർന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. 2 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 4 പ്രധാന വസ്തുതകൾ ഈ വാക്യത്തിലുണ്ട്. 1, യേശുക്രിസ്തുവിൻ്റെ പാപരാഹിത്യം. യേശു പാപലേശമേശാത്തവനെന്ന് മറ്റു വേദഭാഗങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട്. 2, പരിശുദ്ധനായ ദൈവപുത്രൻ പാപമാക്കപ്പെട്ടു, അഥവാ നമ്മുടെ പാപങ്ങൾ ദൈവം തന്നിൽ ചുമത്തി. 3, ക്രിസ്തു പാപമായി തീർന്നത് നമുക്ക് വേണ്ടിയാണ്. 4, നമ്മുടെ നീതീകരണമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പ്രിയരെ, പാപത്തിൻ്റെ കഠിനമായ ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നല്ല നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പാപമറിയാത്ത ദൈവകുഞ്ഞാടിനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാപമാക്കിയല്ലോ. ഞങ്ങളെ നീതീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത വൻകൃപകളെ ധ്യാനിച്ച് ഇന്നങ്ങേ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.